ഗൈസ്, എനിക്കിപ്പോൾ ഗൈനക്കോളജി ഇന്റേൺഷിപ്പ് നടക്കുക. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി റൂൾ അനുസരിച്ച് MBBSന്റെ പെർ ഇയർ ഞങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ഉണ്ട്. എന്ന് വെച്ചാൽ ഓരോ വർഷം ഞങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റ് ആണോ കംപ്ലീറ്റ് ആക്കുന്നത് അത് റിലേറ്റഡ് ആയിരിക്കും ഞങ്ങളുടെ ഇന്റേൺഷിപ്പ് വരുന്നത്. ഇത് ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. അങ്ങനെ ഗൈസ്, സ്ക്രബ്സ് ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കണ്ടോ, ഇന്നറൊക്കെ ഇട്ടിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. പക്ഷെ ഒരു കുട്ടി ഡോക്ടർ ലുക്ക് കിട്ടിയിട്ടില്ലല്ലേ. അപ്പം ശരിയാക്കാം ഗൈസ്. ഈ സ്കർട്ടും കൂടി ഇടുമ്പോൾ ഒരു ഡോക്ടർ ലുക്ക് കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം കിട്ടുന്നുണ്ടോ? ഒരു കുട്ടി ഡോക്ടർ ലുക്ക് കിട്ടുന്നുണ്ടോ? ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ. ഓപ്പറേഷന് കയറുന്നതിന് മുമ്പുള്ള ഒരു ഔട്ട്ഫിറ്റാണ്. ക്രോക്സ് ഒക്കെ ഉണ്ട് കേട്ടോ, എല്ലാം ഉണ്ട്. പിന്നെ ഈ മുടി ഞാൻ ഓപ്പറേഷന് കയറുന്നതിന് മുമ്പ് മാറ്റും കേട്ടോ. ഇപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി 2 വാലിങ്ങനെ ഇട്ടിട്ടുണ്ടെന്ന് ചുമ്മാ ഷോ. ഇവിടെ ഇപ്പോൾ ഞാനും ഉണ്ട്, ജസ്റ്റിയും ഉണ്ട്. ഞങ്ങൾക്കിപ്പോൾ ഗൈനക്കോളജി ഇൻറ്റേൺഷിപ്പാണ് നടക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾക്കൊരു C-സെക്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഞങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. നോർമൽ ഡെലിവറി ആണോ C-സെക്ഷൻ ഡെലിവറി ആണോ മോർ പെയിൻഫുൾ ആയിട്ട് വരുന്നത്? നമുക്ക് ഈ പെയിന് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പെയിൻ ഡ്യൂറിങ് ഡെലിവറി ആൻഡ് പെയിൻ ആഫ്റ്റർ ഡെലിവറി. പെയിൻ ഡ്യൂറിങ് ഡെലിവറിയിലാണെങ്കിൽ നോർമൽ ഡെലിവറിയിൽ പെയിൻ നല്ല കൂടുതലായിരിക്കും. C-സെക്ഷനിലാണെങ്കിൽ പെയിൻ ഇല്ല, കാരണം നമ്മൾ അവിടെ അനസ്റ്റീഷ്യ കൊടുക്കുന്നുണ്ട്. യൂഷ്വലി സ്പൈനൽ അല്ലെങ്കിൽ എപ്പിഡ്യൂറൽ അനസ്റ്റീഷ്യ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. രണ്ടാമത്തത് പെയിൻ ആഫ്റ്റർ ഡെലിവറി ആണെങ്കിൽ നോർമൽ ഡെലിവറിയിൽ മൈൽഡ് ടു മോഡറേറ്റ് പെയിൻ ആയിരിക്കും കാണുന്നത്. അവിടുത്തെ റിക്കവറി എന്ന് പറയുന്നത് യൂഷ്വലി ഫാസ്റ്ററാണ്, 1 to 2 weeks ആയിരിക്കും എടുക്കുന്നത്. ഇനി C-സെക്ഷനിലാണെങ്കിൽ മോഡറേറ്റ് ടു സിവിയർ പെയിൻ ആണ്, ബട്ട് ഇറ്റ് ക്യാൻ ബി മാനേജ്ഡ് ബൈ മെഡിക്കേഷൻ. റിക്കവറി ആണെങ്കിൽ സ്ലോവർ ആണ്, 6 to 8 weeks ആണ് യൂഷ്വലി എടുക്കുന്നത്. എന്തേലും മനസ്സിലായോ ഗൈസ്? മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഇന്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഞങ്ങൾ വീട്ടിലോട്ട്. ബൈ.